ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിലേറ്റീവ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഭാസ്കരേട്ടന് കിട്ടിയ അവസരം ഭാസ്കരേട്ടൻ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. കുടുംബത്തെ പ്രാകുന്ന ലളിതയുടെ മുന്നിൽ വെച്ച് തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ രക്ഷപ്പെടരുതെന്നും എൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു വഴി ഉണ്ടാകരുതെന്നും ദിവസേന പ്രാകുന്നവളല്ലേ ഇവള്. അതൊക്കെ കേട്ടിട്ടേ കുറെ വേദനിച്ചിട്ടുണ്ട് ഭാസ്കരൻ എന്നൊക്കെ പറയുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലളിത അന്നേരവും നിൽക്കുക കേട്ടോ. നാളെ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പോയി. ഇത്രയും കാലം ഞങ്ങൾ അനുഭവിച്ച വേദന ഇനി നിങ്ങളങ്ങ് അനുഭവിക്കാൻ പറഞ്ഞു ഭാസ്കരേട്ടൻ. എന്താടാ വേദനിക്കുന്നുണ്ടോ നിനക്കെന്ന് ധനേന്ദ്രനോട് ഭാസ്കരേട്ടൻ ചോദിച്ചു. അപ്പോൾ ധനേട്ടാ ഇത് ശരിയാവില്ല എന്ന് ലളിത അവരുടെ കരണത്ത് 4 പൊട്ടിച്ച് അവളെ വീട്ടിലേക്ക് കൊണ്ടുവരാനൊക്കെ പറയുമ്പോൾ എന്നാൽ അതൊന്ന് കാണണമല്ലോ, നീ ഒന്ന് ചെയ്ത് നോക്കിക്കേ. ചെയ്യടാന്നും പറഞ്ഞുകൊണ്ട് നിൽക്കുക ഭാസ്കരേട്ടനെ. നീ ആണാണെങ്കിൽ എൻ്റെ പിള്ളേരും തൊട്ട് നോക്കാൻ പറഞ്ഞു. എടാന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഭാഷിനെ തല്ലാനായിട്ട് ഈ ധനേന്ദ്രൻ കൈ വാങ്ങുമ്പോഴത്തേക്കും സുധീഷ് ഇടയ്ക്ക് കയറി തൊട്ട് പോകരുതെന്ന് പറഞ്ഞു. നിങ്ങൾ എൻ്റെ ചേട്ടനെ തൊടുവോ? എന്നാൽ തൊട്ട് നോക്ക്, ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞ് സുധീഷ് അങ്ങ് ചെന്നില്ലേ. എൻ്റെ ഏട്ടൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾ സുനന്ദയും കൊണ്ട് പോകുമെന്ന് ചോദിച്ചു. എന്നാൽ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സുധീഷാട്ടോ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ പ്രായം കൊണ്ട് മൂത്തതാ, അടി വാങ്ങിയ നാണക്കേട് നിങ്ങൾക്കാകട്ടോ എന്ന് പറഞ്ഞു ഈ ഹരീഷു. അപ്പോൾ ദേവി ഇതൊന്ന് നിർത്താൻ പറഞ്ഞു നിധി. അപ്പോൾ എന്താണത് എന്ന് ചോദിച്ചു സുഭാഷ്. അപ്പോൾ സുനന്ദയ്ക്ക് നിങ്ങൾ ഏർപ്പാടാക്കിയ കല്യാണം ഇഷ്ടമല്ല എന്നും അതുകൊണ്ട് അവൾ ഇങ്ങോട്ട് വന്നതെന്നും നിധി പറയുവാണ്. നിങ്ങൾ ദയവ് ചെയ്തൊന്ന് സമാധാനമായിട്ട് സംസാരിച്ച് തീരുമാനം എടുക്കാൻ നിധി പറഞ്ഞു. അപ്പം എന്ത് തീരുമാനം എടുക്കാനാ? ഇവളെ ഈ വൃത്തികെട്ടവന് കല്യാണം കഴിച്ച് കൊടുക്കണമെന്നോ? അതിലും നല്ലതേ ഇവളെ കൊന്നങ്ങ് കുഴിച്ചു മൂടുന്നതല്ലേ എന്ന് ധനേന്ദ്രൻ ചോദിച്ചു. അപ്പം അച്ഛൻ നിങ്ങൾ എന്നെ വേണമെങ്കിൽ കൊന്നോ, ഇതിലും ഭേദം അതാണെന്ന് സുനന്ദ പറഞ്ഞു. എങ്കിലും എനിക്ക് ആ കല്യാണം വേണ്ട എന്നും പറഞ്ഞു. എനിക്ക് സുഭാഷ് ഏട്ടൻ്റെ കൂടെ ജീവിച്ചാൽ മതിയെന്നും ഞാൻ എങ്ങോട്ടും വരില്ല എന്ന് സുനന്ദ പറയുമ്പോൾ മര്യാദയ്ക്ക് പറയാൻ നീ വരത്തില്ലല്ലേടി, നിന്നെ കൊണ്ടുപോകാൻ എനിക്ക് അറിയാടിയെന്ന് പറഞ്ഞുകൊണ്ട് ലളിത ഇങ്ങനെ സുനന്ദയുടെ അടിയൊക്കെ വെച്ച് കൊടുത്തു. അമ്മ ഇതെന്തേ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവളെ ചിലപ്പോൾ തല്ലും കൊല്ലും, നീ ആരാടാ ചോദിക്കാൻ എന്നൊക്കെ ചോദിച്ചപ്പോൾ സുഭാഷ് ഏട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുനന്ദ വിളിക്കുമ്പോഴത്തേക്കും തട്ടിക്കൊണ്ട് വന്ന് ഇവളെ കല്യാണം കഴിക്കാൻ നോക്കുന്ന യോഗ്യനല്ലാടാ നീ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലളിത സുഭാഷിൻ്റെ നേരെ നിന്ന് സംസാരിക്കുന്നു. എല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങളെ വിഡ്ഢികളാക്കാമെന്ന് കരുതിയോ? മര്യാദയ്ക്ക് ഇവളെ പറഞ്ഞു മനസ്സിലാക്കി ഞങ്ങളുടെ കൂടെ അയക്കാൻ നോക്കാനൊക്കെ ലളിത നിന്നിങ്ങനെ പറയാം. അപ്പം അത് കേട്ടപ്പോൾ നിങ്ങൾക്കൊക്കെ ഭ്രാന്താണോ? ഇത്രയും നേരം പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ലേ എന്ന് സുധീഷ് ചോദിച്ചു. സുനന്ദയ്ക്ക് നിങ്ങൾ കണ്ടുവച്ച പയ്യനെ ഇഷ്ടമല്ല എന്ന് അത് അവൾ എത്ര തവണ പറഞ്ഞു, നിങ്ങൾക്കെന്താ മനസ്സിലാവത്തില്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഒരു കാര്യം, ഇവളിപ്പോൾ ചെറിയ കുട്ടിയൊന്നും അല്ല, ലീഗലി ഇവളിപ്പം മേജറാ. അമ്മയാണെന്ന് കരുതിയേ തല്ലാനും കൊല്ലാനും ഒന്നും നിങ്ങൾക്കിനി അവകാശമില്ല എന്നും സുധീഷ് അങ്ങ് പറഞ്ഞു. ആരെ കല്യാണം കഴിക്കണമെന്നുള്ളത് ഇവളുടെ തീരുമാനമാണെന്നും എന്ത് വന്നാലും ഞങ്ങൾ സുഭാഷ് ഏട്ടൻ്റെയും സുനന്ദയുടെയും കല്യാണം നടത്തുമെന്ന് സുധീഷ് തറപ്പിച്ചങ്ങ് പറയുക. അപ്പോഴേക്കും ലളിത ധനേട്ടാ നിങ്ങൾ നോക്കി നിൽക്കാതെ വേഗം പോലീസിനെ വിളിക്കാൻ പറഞ്ഞു. എന്നിട്ട് പറ നമ്മുടെ മോളെ തട്ടിക്കൊണ്ട് വന്ന് ഭീഷണിപ്പെടുത്തി കല്യാണം കഴിക്കാൻ നോക്കുന്നെന്ന്. വേഗം വിളിക്കുക പോലീസുകാരെന്നാ കാര്യങ്ങൾ എളുപ്പമായല്ലോ എന്ന് പറഞ്ഞു ഹരീഷ്. അപ്പോൾ ഇതിനു മുന്നേ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തത് മറന്നുപോയെന്ന് ചോദിച്ചു ഹരീഷ്. അങ്ങനെ ഇവരെ 2 പേരെ എടുത്തിട്ട് ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുക അവർ. അപ്പോഴേക്കും ധനേന്ദ്രൻ വന്ന് സുനന്ദയോട് മോളെ നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ അച്ഛൻ എന്തും ചെയ്തിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വന്ന് ഇങ്ങനെ സംസാരിക്കുവാണ്. ഇതും അങ്ങനെ തന്നെയാണ് മോളെ, നീ ഒന്ന് ഞങ്ങളെ മനസ്സിലാക്കാനൊക്കെ പറയുക അച്ഛൻ. നീ ഇപ്പം ഈ എടുത്ത ഒരു തീരുമാനം ഭാവിയിൽ നിന്നെ ദുഃഖിപ്പിക്കത്തേ ഉള്ളൂ, അത് നീ മനസ്സിലാക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് തീരുമാനം മാറ്റാനായിട്ട് ശ്രമിക്കാം. ഏതാണ് നല്ലതെന്നും ഏതാണ് ചീത്തയെന്നും ഞങ്ങൾക്കറിയില്ലേ മോളെ എന്നൊക്കെ ചോദിക്കാം. പിന്നെ നീ ഞങ്ങൾ ദൈവ ചെയ്ത് നീ ഞങ്ങളുടെ കൂടെ ഒന്ന് വരാനൊക്കെ പറഞ്ഞ് അച്ഛൻ ഇങ്ങനെ പറയുമ്പം അച്ഛൻ എന്നോട് ക്ഷമിക്കച്ചാന്ന് പറഞ്ഞു സുനന്ദ. എനിക്ക് കൂടെ വരാൻ കഴിയില്ല എന്നും എന്നെ വെറുക്കരുതെന്നും സുനന്ദ പറയുവാണ്. ഇത് കേട്ടപ്പം മോളെ ഇവരെ ഒന്നും വിശ്വസിക്കില്ലേ മോളെ എന്നും പറഞ്ഞുകൊണ്ട് പറയും. എന്തൊക്കെയോ പറഞ്ഞ് നിന്റെ മനസ്സിനെ വരുതിയിലാക്കി വെച്ചിരിക്കുക ഇവരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ലളിത നിന്ന് ഡയലോഗുകൾ ഇറക്കുന്നു. ഇതൊക്കെ കേട്ട് ഇവർ അന്തം വിട്ട് നിൽക്കുക. ഈ കുടുംബം നിനക്ക് നല്ലതല്ല മോളെ, നീ ഒന്ന് മനസ്സിലാക്കുക, നിന്റെ ജീവിതം നീയായിട്ട് നശിപ്പിക്കില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര ഡയലോഗ്. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ അച്ഛൻ കണ്ടെത്തിയ ചെറുക്കൻ മിടുക്കനാ മോളെ, നീ ഒന്ന് മനസ്സിലാക്കും മോളെ, ആ കുടുംബവും നല്ല കുടുംബമാണെന്നൊക്കെ അച്ഛൻ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇവരെല്ലാവരും ഇങ്ങനെ ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുക. ഇന്ന് നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നും, പക്ഷെ നാളെ നിനക്ക് മനസ്സിലാകും ഞങ്ങളുടെ തീരുമാനമായിരുന്നു ശരിയെന്ന്. നീ വാ മോളെ എന്ന് പറയുമ്പോൾ ഞാൻ വരില്ല അച്ഛാ, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ വരില്ല, നീ ഒന്ന് വാ മോളെ എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ. അമ്മയും അതുപോലെ തന്നെ മോളെ പറയുന്നൊന്ന് കേൾക്കുക, ഇന്ന് നീ ഞങ്ങളുടെ കൂടെ വന്നില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നിനക്ക് അറിയാവോ എന്ന് ചോദിച്ചു. നോക്ക് അച്ഛൻ ജോലി ചെയ്യുന്ന കമ്പനിയുടെ സൂപ്പർവൈസർ അല്ലേ അശ്വൻ, നോക്ക് ഈ കല്യാണം നടന്നില്ല എന്നുണ്ടെങ്കിൽ അച്ഛൻ്റെ ജോലി തന്നെ നഷ്ടപ്പെട്ട് വീട്ടിൽ വന്നിരിക്കേണ്ടി വരുമെന്നൊക്കെ പറയുവാണ്. പിന്നെ ഇനിയെങ്കിലും നീ ഞങ്ങൾ പറയുന്ന ഒന്ന് കേട്ട് ഞങ്ങളുടെ കൂടെ വന്നൂടെ മോളെ എന്ന് ചോദിച്ചു. അപ്പോഴും സുനന്ദ വരില്ല എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷിനെ കെട്ടിപ്പിടിക്കുക. എടി എന്ന് പറഞ്ഞുകൊണ്ട് ധനേന്ദ്രൻ വിളിക്കുമ്പം അമ്മവാ എന്നും പറഞ്ഞുകൊണ്ട് സുഭാഷ് വിളിച്ചു. കുറെ നേരമായിട്ട് ക്ഷമിക്കുന്നു, പറഞ്ഞു തന്നെ പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നല്ലാതെ നീ പറഞ്ഞ അവർ കേൾക്കുമെന്നാണോടി നിന്റെ വിചാരമെന്ന് ചോദിക്കാം.
നീ വന്നേ, മര്യാദയ്ക്ക് സ്നേഹത്തോടെ പറഞ്ഞ് നിനക്ക് മനസ്സിലാവത്തില്ലല്ലേ, അതിന് നല്ല അടി തന്നെ അടി നിനക്കുള്ള മറുപടി എന്ന് പറഞ്ഞിട്ട് സുനന്ദയിട്ട് അടിക്കാൻ നോക്കുമ്പോഴേക്കും സുഭാഷ് തടഞ്ഞെന്ന് വെച്ചിരിക്കുക. അപ്പോൾ സുധീഷ് ഇടയ്ക്ക് കയറി, നീ എന്താണ് എന്നെ ഭീഷണിപ്പെടുത്തുവാണോടാ എന്നൊക്കെ ചോദിച്ച്. മര്യാദക്കാണെങ്കിൽ അടങ്ങി നിന്നോളണം, ഇല്ലെങ്കിൽ ഞാനാണെന്ന് നീ അറിയാം. എൻ്റെ മോളെ കടത്തിക്കൊണ്ട് വന്നതിന് എല്ലാത്തിനും ഞാൻ സ്റ്റേഷനിൽ കയറ്റുമെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എവിടെ വേണമെങ്കിലും കൊണ്ടേ പരാതി കൊടുത്തോ, പോലീസ് വരട്ടെ എന്ന് സുധീഷ് പറഞ്ഞു. അവരുടെ മുന്നിലും ഇതേ വാചകം തന്നെ സുനന്ദ പറയും. അതോടെ തീർന്നു കേട്ടല്ലോ. ആരാണ് സ്റ്റേഷനിൽ കയറുന്നതെന്ന് അപ്പം നമുക്ക് കാണാമെന്ന് പറഞ്ഞു. വേഗം വിളിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും നിധി ഓരോന്ന് പറയുമ്പോൾ എല്ലാത്തിനും ചരട് വലിച്ചിട്ട് നീ ഇവിടെ നിൽക്കാല്ലടി, നീ കൂടുതൽ ഞങ്ങൾ ഉപദേശിക്കണ്ട, ഇതൊക്കെ നിന്റെ കൂടെ ബുദ്ധിയാണെന്ന് ഞങ്ങൾക്ക് അറിയാടി എന്ന് പറഞ്ഞ് നിധിയുടെ മെക്കിട്ട് എന്ന് കയറുവാണ് ലളിത. നിധിയെ അനാവശ്യം പറയാൻ നിൽക്കരുത്, നിങ്ങളുടെ മകൾ വരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞില്ല, പിന്നെന്താന്ന് ചോദിച്ചാൽ സുധീഷ്. അപ്പോൾ ദയവ് ചെയ്ത് എന്നെ വിട്ടേക്കാമ, ഞാൻ വരില്ല പ്ലീസ് എന്നും പറഞ്ഞ് സുനന്ദ ഇവരുടെ മുന്നിൽ കൈകൂപ്പി കാണിക്കുക. അച്ഛനും അമ്മയും എന്തം വിട്ട് നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ പോലീസിനെ വിളിച്ചാലും എനിക്ക് ഇത് തന്നെ പറയാനുള്ളൂ എന്ന് സുനന്ദ ഇങ്ങനെ ഇവരോട് പറയണു. അപ്പോഴും ഇവരാകെ ദയനീയ അവസ്ഥയിൽ നിൽക്കുവാണ്. എൻ്റെ ഇഷ്ടത്തോടെയല്ല നിങ്ങൾ ഈ കല്യാണം തീരുമാനിച്ചതെന്നും എനിക്ക് സുഭാഷ് ഏട്ടനെ ഇഷ്ടമെന്ന് ഞാൻ പോലീസിനോട് പറയുമെന്ന് പറഞ്ഞു സുനന്ദ. കേട്ടില്ലേ ഇന്ന് നമ്മുടെ നികേഷും ഹരീഷും സുധീഷും. മോളെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ ഒരു വിളി. അപ്പം അമ്മ, മോളെ പറയുന്നത് നീ ഒന്ന് കേൾക്ക്, നക്കാപ്പിച്ച കാശ് കൊണ്ട് രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന ജീവിതം നിനക്ക് വേണ്ട മോളെ എന്നും പറഞ്ഞായി അമ്മ. ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കെന്നും പറഞ്ഞുകൊണ്ട് അമ്മ കൈകൂപ്പി യാചിക്കുക. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് എല്ലാ കാലത്തും അമ്മ എന്നെ ഓരോന്ന് സമ്മതിപ്പിച്ചിട്ടുള്ളത്. ഇനി എനിക്ക് വയ്യ. അന്നേരം ഇനിയെങ്കിലും നിങ്ങൾ സുനന്ദ പറഞ്ഞത് മനസ്സിലാക്കാൻ പറഞ്ഞു നിധി. അവളുടെ സന്തോഷമാണ് നിങ്ങൾക്ക് വലുതെങ്കിൽ സുഭാഷ് ഏട്ടനുമായിട്ടുള്ള കല്യാണത്തിന് നിങ്ങൾ സമ്മതിക്കാനായിട്ട് നിധി പറയുവാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോൾ ഇവരിങ്ങനെ നോക്കുക, സുഭാഷ് ഏട്ടാ. അപ്പോഴേക്കും നമ്മുടെ ലളിത എന്ന് സുഭാഷിൻ്റെ മുന്നിൽ കൈകൂപ്പി. സുഭാഷേ, നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കല്യാണ തലേന്ന് നിന്റെ പെങ്ങൾ വേറൊരാളുടെ കൂടെ ഒളിച്ചോടി പോയാലുണ്ടാകുന്ന അവസ്ഥ നീ ഒന്ന് ചിന്തിച്ച് നോക്കാൻ പറഞ്ഞു. അങ്ങനെ സുഭാഷിനെ മാനസികമായിട്ട് ഇവർ തളർത്തുക. എടാ, ഇവരങ്ങനെ പലതും പറയും, നിന്റെ മനസ്സ് മാറ്റാനുള്ള പരിശ്രമം, നീ അതിലൊന്നും വീണു പോകരുത് കേട്ടോ എന്ന് ഭാസ്കരേട്ടൻ അന്നേരം സുഭാഷിനോട് പറഞ്ഞു. അവളുടെ ഒരു നാടകം എന്നും പറഞ്ഞു ഭാസ്കരേട്ടൻ. അന്നേരത്തേക്കും ഇയാൾ ധനേന്ദ്രൻ, മോനെ സുഭാഷേ, ഒരു 5 മിനിറ്റ് ഞങ്ങൾക്ക് നിന്നോടൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്ന് സുധീഷ് പറഞ്ഞു. ഞങ്ങൾക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഇവർ സുഭാഷിൻ്റെ കാല് പിടിക്കുക. ഈ സുഭാഷ് അത് സമ്മതിച്ചു. എന്നിട്ട് ഇവർ മുറിയിലേക്ക് കയറി പോവാട്ടോ. സുഭാഷ് അവിടെ പോയി നിൽക്കുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ വന്നു കേട്ടോ സുഭാഷിനോട് സംസാരിക്കാനായിട്ട്. വന്ന് സുഭാഷിൻ്റെ കാലയിലേക്ക് വീണു. അപ്പോൾ അമ്മാവൻ എന്തേ കാണിക്കുന്നതെന്ന് ചോദിച്ചു. വിടാൻ പറഞ്ഞു. അപ്പോൾ സുനന്ദ ജനിച്ചതിന് ശേഷം ഞാൻ ഈ നാട്ടിൽ അധിക കാലം ജീവിച്ചിട്ടില്ല സുഭാഷ് എന്നും പറഞ്ഞുകൊണ്ട് ഇയാളുടെ പഴയ കാര്യങ്ങളൊക്കെ പറയുക. 3-4 വർഷം കൂടുമ്പോൾ 10-20 ദിവസം വന്നിട്ട് പോവത്തേ ഉള്ളൂ എന്നൊക്കെ പറയുവാണ്. അങ്ങനെ ഈ മകൾക്ക് വേണ്ടി ജീവിച്ചതിനെ പറ്റിയൊക്കെയുള്ള കണക്കുകളും കാര്യങ്ങളും ഒക്കെ സുഭാഷിനോട് പറയുവാണ് അദ്ദേഹം. സുഭാഷ് ഇതൊക്കെ കേട്ട് മിണ്ടാന്ന് നിൽക്കുക. തൊട്ടടുത്ത നിമിഷം ലളിത വന്നു. സുഭാഷിൻ്റെ മുന്നിൽ കൈ കൂപ്പി ധനേന്ദ്രൻ നിൽക്കുക. അപ്പോഴേക്ക് ലളിത കയറി വന്നിട്ട്, അവൾക്ക് നീ ഇത്രത്തോളം ഇഷ്ടമാണെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, എൻ്റെ മോളുടെ വിവാഹം നടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ലളിതയും വന്ന് സുഭാഷിൻ്റെ കാലെ പിടിക്കുക. നമുക്കിടയിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എല്ലാം എനിക്കറിയാം, അതൊക്കെ ഞാൻ സമ്മതിക്കുകയും ചെയ്യുന്നു. എന്തൊക്കെ പറഞ്ഞാലും നമ്മളൊരു ചോരയല്ലേടാ എന്ന് ലളിത ചോദിക്കും. ഇപ്പോഴാണ് ചോരയൊക്കെ ഓർമ്മ വന്നത്. മോനെ, നീ പറഞ്ഞ അവൾ കേൾക്കും. മോൻ അവളെ പറഞ്ഞു ഒന്ന് മനസ്സിലാക്കുക, അവളുടെ ജീവിതം തകർക്കരുത് നമ്മളോട് തന്നെ നീ ഒന്ന് പറ. ഇപ്പോഴത്തെ വിഷമമൊക്കെ കുറേ കഴിയുമ്പോൾ മാറുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുഭാഷിനോട് പറയായി ലളിത. അപ്പോൾ അവൾക്ക് നിന്നെ ഇത്രമാത്രം ജീവനാണെന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ എല്ലാം വൈകിപ്പോയി മോനെ, ഞങ്ങളോട് ഒന്ന് നീ കരുണ കാണിക്കണമെന്നൊക്കെ പറയുമ്പം സുനന്ദ എന്നെ വിശ്വസിച്ച് ഇങ്ങോട്ടേക്ക് വന്നതല്ലേന്ന് ചോദിച്ചു സുഭാഷ്. അപ്പോൾ എങ്ങനെ ഞാൻ അവളോട് തിരിച്ചു പോകാൻ പറയുമെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ അയ്യോ അങ്ങനെ പറയല്ലേ മോനേന്നും പറഞ്ഞുകൊണ്ട് വലിയവായി കരയുവാണ് ഈ ലളിത. അപ്പോഴും പുറത്ത് ഇവരെല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ, സുഭാഷ് എന്ത് പറയും എന്നുള്ളൊരിതില്ല. അപ്പോൾ അച്ഛൻ അവൻ്റെ കുമ്മായി ചിലപ്പോൾ അവനോട് പറയും, നിന്നെ കൊണ്ടുപോകാനായിട്ട് സമ്മതിപ്പിക്കാനൊക്കെ നോക്കും. തലയിൽ വെച്ച പേനായിരിക്കും, തറയിൽ വെച്ച ഉറുമ്പായിരിക്കും എന്ന് പറഞ്ഞ് വളർത്തിയതാ, അങ്ങനെയൊക്കെ വളർത്തിയതെന്നൊക്കെ പറഞ്ഞ് നിൻ്റെ അമ്മ കുറേ അവനെ അങ്ങോട്ട് ഇതാക്കും. അതൊക്കെ അവൻ ചിലപ്പോൾ വിശ്വസിച്ചൊന്നും വരും. അച്ഛൻ അതിൻ്റെ ടെൻഷനാണ്. അപ്പം നിങ്ങളൊന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു സുധീഷ്. അപ്പോൾ എന്തെല്ലാം സംഭവിച്ചാലും അവൾ വരില്ലെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ലളിത അന്നേരം സുഭാഷിനോട് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുക. നീയും കൂടി അവളെ സപ്പോർട്ട് ചെയ്താൽ നാളെ ഈ കല്യാണം നടക്കില്ല മോനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചില്ല. അങ്ങനെ വന്നാൽ ആ വിവാഹ പന്തലിൽ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ ജീവൻ ഒടുക്കുമെന്നൊക്കെ പറഞ്ഞു. അന്നേരത്തേക്കും അമ്മാവാ അങ്ങനെയൊന്നും പറയില്ലേന്ന് പറഞ്ഞ് സുഭാഷ് നിന്ന് കരയുക. സുഭാഷിൻ്റെ മനസ്സ് കാണാനാണെങ്കിൽ ഇവർ തയ്യാറാകുന്നതുമില്ല. സുഭാഷിനെ ഒരുമാതിരി ചാക്കിലാക്കാനുള്ള പരിപാടിയും. ഈ നാണക്കേടും പേറി ഞങ്ങളിങ്ങനെ ജീവിക്കില്ല, നീ പറ, ഞങ്ങളെങ്ങനെ ജീവിക്കും, നീ പറ. ഞങ്ങൾ ജീവിക്കണോ മരിക്കണോ എന്നുള്ളത് ഇനി നിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞ ലളിത. അങ്ങനെ ലളിതയാണ് പറഞ്ഞു സുഭാഷിനെ അങ്ങനെ മരിക്കി എടുത്തുകൊണ്ടിരിക്കുക.
ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ കർമ്മം ചെയ്യാൻ ആൺമക്കളില്ലാത്തത് കൊണ്ട് അത് നീ ചെയ്യണമെന്നൊക്കെ ലളിത സുഭാഷിനോട് പറയാം. അതേ കിടക്കുന്നു. അപ്പോൾ ഒരു ചൂലും പായും കോരുകയും എടുത്ത് ദേ റെയിൽവേ ട്രാക്കിലേക്ക് വന്നാൽ മതിയെന്നും അമ്മാവനെ അമ്മായി അടിച്ചു കോരി എടുക്കാനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുഭാഷിനോട് പറയുവാണ്. ഇതൊക്കെ കേട്ടപ്പോൾ സുഭാഷ് പേടിച്ച് നിൽക്കുക കേട്ടോ. മോനേന്നും പറഞ്ഞുകൊണ്ട് കാലേ വീണ് ചങ്ക് പൊട്ടി കരയുന്നു. അങ്ങനെ സുഭാഷിനെ അവർ ശരിക്കും ബ്രെയിൻ വാഷ് ചെയ്തു. മരിക്കും 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 എന്ന് പറഞ്ഞ് പുറത്ത് അവരിങ്ങനെ ടെൻഷൻ അടിച്ച് ഒരു വകയായിട്ട് നിൽക്കുക. അത് കുറേ നേരമായിട്ടും ഇറങ്ങി വരുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് എന്ന് ഡോറയിൽ കൊട്ടി. അപ്പം മോനെ നീ ഞങ്ങളെ ചതിക്കരുതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരകത്ത് തന്നെ നിൽക്കുക. അപ്പോൾ സുഭാഷ് ഇറങ്ങി ചെല്ലുവാണ്. സുഭാഷ് എന്നിട്ട് ചെന്ന് വാതിൽ തുറന്നു. ആ താലി എടുത്ത് കൈ പിടിച്ചുകൊണ്ട് വാതിലും തുറന്ന് പുറത്തേക്ക് ചെല്ലുന്നു. അപ്പോൾ പുറത്തേക്ക് ചെന്നപ്പോഴേക്കും എന്താ സംഭവം? അപ്പോൾ സുനന്ദ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ കല്ലിന് കാറ്റ് പിടിച്ചതുപോലെ സുഭാഷ് നിൽക്കുക. സുഭാഷ് ഏട്ടാ എന്താ അവർ പറഞ്ഞേ? എന്താ സുഭാഷിട്ട പറഞ്ഞെന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഒന്നും മിണ്ടുന്നില്ല. സുഭാഷ് ഇങ്ങനെ തന്നെ നിൽക്കുക കേട്ടോ. സുഭാഷിൻ്റെ തീരുമാനം എന്തായിരിക്കും എന്ന് ഓർത്ത് ലളിതയും അച്ഛനും ഭർത്താവും അവിടെ കിടന്ന് ടെൻഷൻ അടിച്ച് ചാവാറായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. സുഭാഷ് ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് സുനന്ദയെ കുറേ നേരം ഇങ്ങനെ നോക്കി നിന്നു. അപ്പോൾ സുഭാഷിൻ്റെ കയ്യിൽ ഈ താലി ഇരിക്കുന്നത് കൊണ്ടാണ് ലളിതയ്ക്കും ഭർത്താവിനും പേടി. കൊണ്ട് കെട്ടുമോ എന്നുള്ളൊരു പേടി. ഈ സമയത്ത് നമ്മുടെ നിധി ഇങ്ങനെ നിൽക്കുന്നു. എല്ലാവരും ഇങ്ങനെ സുഭാഷ് ഇപ്പോൾ താലി കെട്ടും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി ഇങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ഈ താലിയും പിടിച്ച് നമ്മുടെ സുഭാഷ് നേരെ സുനന്ദയുടെ അടുത്തേക്ക് ചെല്ലുവാണേ. അച്ഛനും അമ്മയും പേടിച്ച് അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ സമയം കളയുന്ന താലി കെട്ടറാ എന്ന് അച്ഛൻ പറഞ്ഞു സുഭാഷിനോട്. അപ്പോഴും ആ താലി പിടിച്ച് സുനന്ദയെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. സുഭാഷ് ഇപ്പം കെട്ടും എന്നുള്ള പ്രതീക്ഷയോട് കൂടി നമ്മുടെ സുനന്ദ ഇങ്ങനെ അവിടെ സുഭാഷിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു. പക്ഷെ സുഭാഷ് താലി കെട്ടുന്നില്ല. പകരം സുനന്ദയെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും അവർ സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് ലളിതയും ധനേന്ദ്രനും. അപ്പോൾ എന്ത് സംഭവിക്കും, എങ്ങനെ സംഭവിക്കും എന്നൊരു വമ്പൻ ട്വിസ്റ്റ് ബാക്കി വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. പക്ഷേ വലിയൊരു മണ്ടത്തരമായിരിക്കും നമ്മുടെ സുഭാഷ് ചെയ്യാൻ പോകുന്നത്. അതിന് യാതൊരു സംശയമില്ല. സുനന്ദയെ പറഞ്ഞു വിടും. സുഭാഷിൻ്റെ മനസ്സ് അത്രയ്ക്കും നിഷ്കളങ്കമായതുകൊണ്ട്. അപ്പോൾ ആരും മിസ് ചെയ്യില്ല എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുക കേട്ടോ. എല്ലാവർക്കും ടാറ്റാ.